നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ജനങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിച്ച് വണ്ടൂർ കാളികാവ് റോഡ് നവീകരണത്തിനായി വിവിധ ഭാഗങ്ങളിലായി പൊളിച്ചിട്ട റോഡ് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല. വേനലിന് മുൻപേ തുടങ്ങിയ നവീകരണ പ്രവൃത്തിയാണ്. വേനലും കഴിഞ്ഞ് വർഷകാലം 1.5 മാസം പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. കാളികാവ് മുതൽ വണ്ടൂർ ബൈപ്പാസ് വഴി മണലിമ്മൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വരെയാണ് നവീകരണ പ്രവൃത്തി. കേന്ദ്ര ഫണ്ടായതിനാൽ തന്നെ ദേശീയപാത അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. പാതയിൽ ഓവുചാൽ പ്രവൃത്തി നടത്തിയ ഭാഗങ്ങളിൽ പലയിടത്തും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസമാണ്. വണ്ടൂർ ബൈപ്പാസ് റോഡിലും കാളികാവ് ഭാഗത്തുമെല്ലാം ചില സ്ഥലങ്ങളിൽ റോഡിന്റെ ഒരു ഭാഗത്ത് മാത്രം പുതുതായി ടാർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ റോഡും പുതുതായി ടാർ ചെയ്ത ഭാഗവും തമ്മിൽ 2 ഇഞ്ചിലേറെ വ്യത്യാസമുള്ളത് കാരണം വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോവാൻ സാധിക്കുന്നില്ല. അപകടത്തിനും ഇത് വഴിവെക്കുന്നുണ്ട്. കാളികാവ് റോഡ് പാണ്ടിക്കാട് ബൈപ്പാസിൽ കുറച്ച് മുമ്പ് മഴ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ടാറിംഗ് പ്രവൃത്തി തുടങ്ങി. പക്ഷേ അത് മഴക്കാലം നിർത്തിവെച്ചു. അതുകൊണ്ട് തന്നെ 2 തട്ടായിട്ടാണ് അവിടെ ഇപ്പോൾ ടാറുള്ളത്. അതുകൊണ്ട് ഈ ചെറിയ വാഹനങ്ങൾക്ക്, അത് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ അപകടാവസ്ഥയിലാണ്. വണ്ടി സ്പീഡിൽ പോകുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കാണുമ്പോൾ നല്ല റോഡാണെങ്കിലും പക്ഷേ ഇത് 2 തട്ടാകുമ്പോൾ പെട്ടെന്ന് ഇത് വണ്ടി സ്കിഡായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അപകടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നേരാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ അപകടത്തിൽ പെടുമെന്നാണ് പറയാനുള്ളത്. വണ്ടൂർ കൂരിക്കുണ്ടിൽ കുറച്ചു ഭാഗം നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം റോഡ് ഉയർത്തി ടാർ ചെയ്യാനാണ് റോഡ് പൊളിച്ചിട്ടത്. ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര ദുർഘടമായിരിക്കുകയാണ്. മുൻപ് മഴ പെയ്യുമ്പോൾ മാത്രമാണ് യാത്രാ ദുരിതമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഴുവൻ സമയവും ദുരിതമാണ്. ചെളി ഒഴിവാക്കാനായി കോറിമാലിന്യമിട്ടത് പല ഭാഗത്തും കുഴികളായി രൂപപ്പെട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതുവഴിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതമാണ്. ചെളിവെള്ളം തെറിക്കാതെ ഇതുവഴി നടക്കാൻ സാധിക്കില്ല. ടൗൺ സ്ക്വയർ കഴിഞ്ഞ് ഇറക്കമിറങ്ങി വരുന്ന ഭാഗത്ത് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഈ കൂരിക്കുണ്ട് പ്രദേശവാസികളും കച്ചവടക്കാരും അതേപോലെ ജിനസ് ക്ലബിൻ്റെ ഭാരവാഹികളൊക്കെയാണ്. ഇവിടെ ഈ റോഡിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ, 3 മാസത്തിൻ്റെ മുകളിലായി ഈ റോഡ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിലായിട്ട്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ചെറിയ പെരുന്നാളിന് മുമ്പായിട്ടാണ് ഈ റോഡ് ഈ ഒരു അവസ്ഥയ്ക്കായിട്ടുള്ളത്. അത്യാവശ്യം ഗതാഗതയോഗ്യമായിട്ടുള്ള ഒരു റോഡ് വെറുതെ കുത്തിപ്പൊളിച്ച് ഇപ്പോൾ കുറച്ച് പാറപ്പൊടിയും തന്നെ ഒരു ടാറിങ്ങും നടത്തിയാണ്ട് ഇതിപ്പോൾ യാത്രക്ക് പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ട്. വണ്ടി കൊണ്ട് പോകാൻ പറ്റുമോ ചോദിച്ചാൽ അത് പറ്റൂല, എന്നാൽ നടക്കാൻ പറ്റുമോ ചോദിച്ചാൽ അതും പറ്റില്ല. കാരണം നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ അതിന് വെള്ളം തെറിച്ചിട്ട് ഇവിടുന്ന് സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ ഇവിടെ വരുന്ന പല ആളുകളും ജോലിക്കും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ചെളിവെള്ളം തെറിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ രാത്രി ആയാൽ തന്നെ നമുക്കറിയാം ഇവിടെ അടുത്തുള്ള നിംസ് ഹോസ്പിറ്റലാണ്. ഗർഭിണികളായിട്ടുള്ള ആളുകൾ അതേപോലെ പ്രായമായിട്ടുള്ള ആളുകൾ, ഇവിടെ JMC ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ, ഇവരൊക്കെ ഈ കുണ്ടും കുഴിയും പിന്നെ ഈ ഇതിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഇതിൻ്റെ പണി തീർത്തിട്ട് ഗതാഗതയോഗ്യമാക്കിയിട്ട്, ഇവിടുത്തെ വ്യാപാരികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ തൊട്ടപ്പുറത്തുള്ള കടകളൊക്കെ ഉണ്ട്, പൊടി പാറിയിട്ട് അവർ തന്നെ ആരോഗ്യത്തിന് പിന്നെ പ്രശ്നം വരുന്ന രീതിയിലൊക്കെയാണ്. അത്രയും പൊടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ തന്നെ പല തവണ കോൺട്രാക്ടർമാരോടും അവരോടും പരാതിപ്പെട്ടിങ്ങനെ വേനൽക്കാലമായ സമയത്ത് ഇവിടെ കുറച്ച് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് അത്രയും പൊടി പാറിയിട്ട് അതിൻ്റെ മഴയിന് മുന്നേ പൊടി പാറുന്ന ശല്യമായിരുന്നു. അപ്പോൾ മഴ വന്ന ശേഷം വെള്ളത്തിൻ്റെ ശല്യവും അതുപോലെ തന്നെ ഈ യാത്ര നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് പിന്നെ ഏത് രീതിയിൽ ഇനി കുറച്ച് പിന്നെ പാറപ്പൊടി അടിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് നടക്കാനും അതേപോലെ തന്നെ വാഹനങ്ങൾക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുന്ന കണ്ടീഷനിലാക്കണം. അതെ, ഒരു ജസ്റ്റ് ഒരു യാത്രക്കുള്ള സജ്ജീകരണമെങ്കിലും ഇതാക്കണം എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ ക്ലബിൻ്റെ കീഴിൽ നാളെ ഞങ്ങൾ ഇവിടെ പിന്നെ വണ്ടൂർ PWD ഓഫീസിൽ പോയിട്ട് AIനെ കണ്ടിട്ട് ഒരു പരാതി കൊടുക്കാനും കൂടി നമ്മളെ ജിനസ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഇതിന് നിൽക്കുകയാണ്. എത്രയും വേഗം നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് സുഗമമായ ഗതാഗതത്തിന് സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ.